ഒരുപാട് കുട്ടികളുടെ ആഗ്രഹമാണ് ISRO അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യണം എന്നുള്ളത്. മംഗൾയാൻ, ചന്ദ്രയാൻ തുടങ്ങിയ പ്രൊജക്റ്റുകളുടെ ഭാഗമാവുക, അവയുടെ വിവരണങ്ങൾ പത്രങ്ങളിലും ചാനലുകളിലും വരിക, അതിൻ്റെ പിന്നിൽ നമ്മളാണ് വർക്ക് ചെയ്തത് എന്നുള്ള അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുക, ഇതൊക്കെ നമ്മുടെ ഡ്രീംസിൽ പെട്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ISROയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചാലാണ്? അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ IISTയിൽ പഠിച്ചാലാണ്. IIST എന്നുള്ളത് ISRO നേരിട്ട് നടത്തുന്ന എഞ്ചിനീയറിംഗ് സ്ഥാപനമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IISTയിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, IISTയിലുള്ള കോഴ്സുകൾ ഏതെല്ലാമാണ്, അതിനുവേണ്ടി ഏത് പരീക്ഷകളാണ് നമ്മൾ എഴുതേണ്ടത്, അവിടുത്തെ ഫീ എത്രയാണ്, അതോടൊപ്പം അവിടുന്ന് പഠിച്ചിറങ്ങിയാൽ ISROയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. വെൽക്കം ടു ദിസ് വീഡിയോ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടുന്ന് കരിയേഴ്സുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ISRO നടത്തുന്ന IIST അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 3 UG കോഴ്സുകളാണ് ഉള്ളത്. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ 3 കോഴ്സുകളാണുള്ളത്. ഒന്നാമത്തേത് BTech ഇൻ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ നമുക്കറിയാം നേരിട്ട് എയ്റോസ്പേസുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ്. IIT മദ്രാസും IIT ഖരഗ്പൂരൊക്കെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ IISTയിൽ എന്തായാലും ISROയിലെ സയൻറ്റിസ്റ്റുകളുടെ കീഴിൽ പഠിച്ചിറങ്ങുക എന്നുള്ളത് അതെന്തായാലും വലിയൊരു അനുഭവം തന്നെയാവും, യാതൊരു സംശയവുമില്ല. രണ്ടാമത്തേത് BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഏവിയോണിക്സ്. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. പക്ഷേ അതിൽ ഒരു ചെറിയൊരു സ്പെഷ്യലൈസേഷൻ ഏവിയോണിക്സ് എന്നുള്ളൊരു സബ്ജക്റ്റിൽ എയർ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ സബ്ജക്റ്റിൽ സ്പെഷ്യലൈസേഷൻ കിട്ടുന്നതോട് കൂടിയിട്ട് ISROയിൽ വർക്ക് ചെയ്യാൻ നമ്മൾ തീർച്ചയായും പ്രാപ്തരാകും. മൂന്നാമത്തേത് ഒരു ഡുവൽ ഡിഗ്രി പ്രോഗ്രാമാണ്. ഡുവൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു 5 ഇയർ പ്രോഗ്രാമാണ്. അവിടെ നമുക്ക് 2 ഡിഗ്രികൾ കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ പഠിച്ചത് IIT മദ്രാസിലാണ്. ഞാനൊരു ഡുവൽ ഡിഗ്രി പ്രോഗ്രാമാണ് ചെയ്തത്. 5 വർഷം കൊണ്ട് ഞാൻ BTech MTech കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതേപോലെ തന്നെ BTech ഇൻ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആൻഡ് MTech ഇൻ 4 സബ്ജക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്നുള്ളത് ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫിസിക്സ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറച്ചും കൂടി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ഒരു ഡീപ്പായിട്ടുള്ളൊരു ഏരിയയാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്നുള്ളത്. 4 വിഷയങ്ങളിൽ നിങ്ങൾക്ക് MTech ഓർ മാസ്റ്റർ ഇൻ സയൻസ് MS ചെയ്യാം ഇതിൻ്റെ കൂടെ. അപ്പോൾ BTech എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ കിട്ടും. മറ്റ് 4 സബ്ജക്ട്സ് ഏതെല്ലാമാണ്? MS ഇൻ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ MSc ഇൻ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ MTech ഇൻ എർത്ത് സിസ്റ്റം സയൻസസ് ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് MTech ഇൻ ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ ഏതും നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരുപാട് കുട്ടികളുടെ ആഗ്രഹമാണ് ആസ്ട്രോണമി അല്ലെങ്കിൽ ആസ്ട്രോണമർ ആവണം എന്നുള്ളത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സിൻ്റെയും ആസ്ട്രോണമിയുടെ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ നിങ്ങൾക്ക് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഫിസിക്സിൽ ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടും. അതല്ല ഇനി എർത്ത് സയൻസ്, ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം സാറ്റലൈറ്റ് ടെക്നോളജിയും അതേപോലെ തന്നെ ഏവിയോണിക്സുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീൽഡുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കോഴ്സുകളാണുള്ളത്. ഇതിൽ പെൺകുട്ടികൾക്ക് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ട്. 10% എക്സ്ട്രാ സീറ്റ്സ് പെൺകുട്ടികൾക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. അതായത് 100 സീറ്റ് ഒരു കോഴ്സിനുണ്ട് എന്നുണ്ടെങ്കിൽ അത് 110 സീറ്റാക്കി 10 സീറ്റ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം. ആ 100 സീറ്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. പെൺകുട്ടികളുടെ STEM എഡ്യൂക്കേഷനിലുള്ള പ്രാതിനിധ്യം കൂട്ടാൻ വേണ്ടി ഈവൻ NITയിലും IITയിലും ഇതേപോലെ 20% എക്സ്ട്രാ ന്യൂമറി റിസർവേഷൻ ഉണ്ട്. അത് IISTയിൽ 10%ഉണ്ട്. അപ്പോൾ ഇതാണ് UG കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. PG കോഴ്സ് വേറെ ഒരുപാടുണ്ട്. ഞാൻ അത് ഈ വീഡിയോയിൽ പറയുന്നില്ല. മേ ബി ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് എടുക്കാൻ താല്പര്യം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇനി അവിടേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവിടേക്ക് എത്താൻ JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ ബേസിൽ IIST അഡ്മിഷൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിൻ്റെ ബേസിസിലാണ് ഈ കോഴ്സസിലോട്ടുള്ള അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ +2ൻ്റെ കൂടെ നമ്മൾ JEE മെയിൻ പരീക്ഷ ആദ്യം എഴുതണം. JEE മെയിൻ ആണ് NIT അതേപോലെ IIITസിലോട്ടുള്ള അഡ്മിഷൻ ടെസ്റ്റ്. JEE മെയിനിലെ ഒരു ടോപ്പ് 25% ആൾക്കാരെ എടുത്തിട്ടാണ് JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ സാധിക്കുക. JEE അഡ്വാൻസ്ഡ് എക്സാം ആണ് IITസിലോട്ടും അതേപോലെ IISTയിലോട്ടൊക്കെയുള്ള അഡ്മിഷന് പരിഗണിക്കുന്നത്. JEE അഡ്വാൻസ്ഡ് വളരെ ടഫ് ആയിട്ടുള്ള പരീക്ഷയാണ്. JEE മെയിൻസ് ആവട്ടെ JEE അഡ്വാൻസ്ഡ് ആവട്ടെ അതിൽ വരുന്ന സബ്ജക്ട്സ് എന്നുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്ട്സ് ആണ്. അപ്പോൾ JEE അഡ്വാൻസ്ഡ് മേ ബി ഒരു 40% 50% മാർക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിലൊക്കെ വരും. അപ്പോൾ അത്ര മാർക്ക് മതി. പക്ഷേ ആ മാർക്ക് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം IIT അഡ്മിഷൻസ് ആർ വെരി ടഫ്. അപ്പോൾ IIT അഡ്മിഷൻസിൻ്റെ അതേ ക്രൈറ്റീരിയ തന്നെയാണ് IISTക്ക് ഉള്ളത്. ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് IITയിലും IISTയിലും അഡ്മിഷൻ കിട്ടിയിരുന്നു. ഞാൻ IIT ആണ് ചൂസ് ചെയ്തത്. IIST ഞാൻ തൽക്കാലം അന്ന് വേണ്ട എന്ന് വെച്ചു. ഓക്കെ, അതിനുള്ള കാരണം ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ഇനി JEE മെയിൻസ് പരീക്ഷയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് കേൾക്കാം. അപ്പോൾ JEE മെയിൻസ് അഡ്വാൻസ്ഡ് പരീക്ഷ ചെയ്ത് അതിൽ ടോപ്പേഴ്സിനെയാണ് IISTയിലോട്ട് അഡ്മിഷന് വേണ്ടി എടുക്കുക. ഇനി നമ്മൾ മൂന്നാമതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ഫീ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അവിടുത്തെ ഫീ ടോട്ടൽ സെമസ്റ്റർ ഫീ വരുന്നത് ഏകദേശം 62,000 രൂപ നിങ്ങൾക്ക്
അക്കാഡമിക് ഫീസ്, ട്യൂഷൻ, മറ്റ് ഹോസ്റ്റൽ ഫീ, ലൈബ്രറി ഫീ ഒക്കെ ആയിട്ടും, എന്ന് മാത്രമല്ല 30,000 രൂപ നിങ്ങൾക്ക് ഹോസ്റ്റൽ ആൻഡ് മെസ്സ് ഫീ ആയിട്ടും വരും. അതായത് ഒരു സെമസ്റ്ററിലോട്ട് ഏകദേശം 91,000 രൂപയാണ് നിങ്ങൾക്ക് ചിലവ് വരിക. ഇനി നിങ്ങളുടെ ഒരു ആനുവൽ ഇൻകം എന്നുള്ളത് 5 ലക്ഷത്തിനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അക്കാഡമിക് ഫീസിൽ നിന്ന് 40,000 രൂപ നിങ്ങൾക്ക് ലെസ് ചെയ്ത് കിട്ടും. അതായത് നിങ്ങളുടെ ഒരു സെമസ്റ്റർ ഫീസ് ഏകദേശം 50,000 രൂപയായിരിക്കും വരിക. ഇനി നിങ്ങളുടെ ആനുവൽ ഇൻകം എന്നുള്ളത് 1 ലക്ഷത്തിനേക്കാളും കുറവാണ്, അതല്ല നിങ്ങൾ SC ST PD, അതായത് നിങ്ങൾ ഒരു ഭിന്നശേഷിക്കാരനാണ്, അല്ലെങ്കിൽ നിങ്ങൾ SC ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ അക്കാഡമിക് ഫീസും കൊടുക്കേണ്ടതില്ല. ഹോസ്റ്റൽ ഫീസ് മാത്രം കൊടുത്താൽ മതിയാവും. ഹോസ്റ്റൽ ഫീസ് എന്തായാലും നമ്മൾ താമസിക്കാനും ഭക്ഷണത്തിനുള്ള ഫീസാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഫീസ് സ്ട്രക്ചർ എന്നുള്ളത്. എന്ന് മാത്രമല്ല, നിങ്ങൾ ഒരു അക്കാഡമിക്കലി ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. 9 CGPA എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് 10ലാണ് നമ്മുടെ ടോട്ടൽ മാർക്സ് അല്ലെങ്കിൽ ഗ്രേഡ്സ് കണക്ക് കൂട്ടുക. അതിൽ 9 ആൻഡ് എബോവ് നമ്മൾ നേടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത സെമസ്റ്റേഴ്സിൽ, അതായത് ഈ സെമസ്റ്റർ നിങ്ങൾ CGPA 9 നേടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആണ്, നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫീസ് ഇളവ് കിട്ടും? അടുത്ത സെമസ്റ്ററുകളിൽ നിങ്ങളുടെ അക്കാഡമിക് ഫീസിൽ 50%, ട്യൂഷൻ ഫീസിൽ 50% നിങ്ങൾക്ക് ഇളവ് കിട്ടും. അപ്പോൾ നിങ്ങൾ നല്ല അക്കാഡമിക് സ്റ്റാൻഡേർഡ് പുലർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫീ റിഡക്ഷൻ 50% മാത്രമേ നിങ്ങൾക്ക് ഫീ വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ISROയിൽ ജോലി കിട്ടാൻ വേണ്ടി IASTയിൽ സീറ്റ് കിട്ടിയാൽ ISROയിൽ ജോലി ഉറപ്പാണോ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ അത് ഉറപ്പൊന്നല്ല, പക്ഷേ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ചാൻസ് എന്താണ്? IASTയിൽ പഠിക്കുക എന്നുള്ളതാണ്. IASTയിൽ നിങ്ങളുടെ CGPA 7ൻ്റെ മുകളിലാണെങ്കിൽ, നേരത്തെ 9 ആണ് നമ്മുടെ ഫീ ഇളവിന് വേണ്ടി പറഞ്ഞത്, പക്ഷേ 7ൻ്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ, 7 എന്തായാലും ഒരു ആവറേജ് എബോവ് ആവറേജ് പെർഫോമൻസിന് കിട്ടുന്ന ഒരു CGPA ആണ് 7 എന്നുള്ളത്. കാരണം IITയിലൊക്കെ പഠിച്ചുകൊണ്ട് എനിക്കറിയാം CGPA, അപ്പോൾ എൻ്റെ CGPA 8.5 ആയിരുന്നു. ഞാൻ എബോവ് ആവറേജ് പെർഫോം ചെയ്യുന്നു. ഒരു ആവറേജ് ആളുകളുടെ CGPA എപ്പോഴും 7 ആൻഡ് എബോവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ആവറേജ് പെർഫോമൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ISROയിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കും. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾ എലിജിബിൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ജോലി ലഭിക്കും. ഇത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ആക്ച്വലി നമ്മൾ മറ്റൊരു കോളേജിൽ BTech എടുത്ത് അല്ലെങ്കിൽ ഒക്കെ എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ കുറേ സമയം പഠിച്ച് അവരുടെ എക്സാം എഴുതി പിന്നെ ഇൻ്റർവ്യൂവിനെ വിളിച്ച് വലിയൊരു കോമ്പറ്റീഷൻ എന്ന് വേണം കയറി പോകാൻ. ഇവിടെ ഓൾറെഡി ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഒരു 100-150 ആളുകളിൽ നിന്ന് നമുക്കൊരു ബെറ്റർ ചാൻസ് കിട്ടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നോർമൽ കോളേജിൽ പഠിച്ച് ISROയിൽ പോകുന്നതിനേക്കാളും എത്രയോ മേ ബി ഒരു 20 ടൈംസ് ബെറ്റർ ചാൻസ് ഉണ്ടാവും നിങ്ങൾ IASTയിൽ പോയിട്ട് നിങ്ങൾക്ക് ISROയിൽ ജോലി ചെയ്യാൻ പോകാൻ എന്നതിൽ യാതൊരു സംശയമില്ല. ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ നൽകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലും ഭാവിയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ റൈറ്റ് നൗ ISRO മാത്രമാണ് നിങ്ങൾക്കുള്ള ഒരു ലോജിക്കൽ ഓപ്ഷൻ എന്നുള്ളത് ഒരു ചെറിയ പ്രശ്നം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ IAST ചൂസ് ചെയ്യാതിരുന്നത്. കാരണം എനിക്കൊരിക്കലും ഒരു പബ്ലിക് സെക്ടർ കമ്പനി ജോലി ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു. ISRO ഈസ് ഫൈൻ, ISRO അടിപൊളിയാണ് എന്നുള്ളതൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ എൻ്റെ ഒരു ആസ്പിറേഷൻസ് മേ ബി എനിക്ക് അവിടെ മാത്രമല്ല, എനിക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വേണം. മേ ബി ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് IITയിൽ നിന്ന് കഴിഞ്ഞാലും എനിക്ക് കഴിഞ്ഞിട്ട് IASTയിൽ വന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ISROയിൽ വന്നിട്ട് ജോയിൻ ചെയ്യാമല്ലോ, എനിക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. നേരെ മറിച്ച് ഞാൻ IASTയിൽ പഠിച്ചു കഴിഞ്ഞാൽ മേ ബി എനിക്കൊരു MNCയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ പോയി വർക്ക് ചെയ്യാൻ സാധിച്ചുകൊള്ളുന്നില്ല. ഓക്കെ, ഈ ഒരു ചിന്താഗതിയാണ് എന്നെ IITയിൽ എത്തിച്ചത്. IAST ചൂസ് ചെയ്യാതെ കിട്ടിയിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതനുസരിച്ച് നിങ്ങൾക്കും ഒരു ഓപ്ഷൻ എടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ഓപ്ഷൻ നിങ്ങളുടെ ഒരു ലൈഫ് പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചാണ് എടുക്കേണ്ടത്. ഇഫ് യു വാണ്ട് ടു ചൂസ് IAST ഇറ്റ്സ് ഫൈൻ, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. സോ അൾട്ടിമേറ്റ്ലി പറയാനുള്ളത്, നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് IAST പ്രൊവൈഡ് ചെയ്യുന്നത്. ISROയിൽ പഠിക്കുന്നത് നിങ്ങളുടെ ഡ്രീം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് IAST ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് നന്നായി പഠിക്കണം. അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഞാൻ താഴെ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, സോ താങ്ക്സ് അലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.